18ാമത് തേക്കടി പുഷ്പമേളയുടെ പന്തലിന്റെ കാൽനാട്ട് കർമ്മം കുമളി കല്ലറയ്ക്കൽ ഗ്രൗണ്ടിൽ നിർവഹിച്ചു. ഏപ്രിൽ 1 മുതൽ മെയ് 3 വരെയാണ് ഇത്തവണ മേള നടക്കുക. കുമളി പഞ്ചായത്തും തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും മണ്ണറത്തറയിൽ നഴ്സറിയുമാണ് മേളയുടെ സംഘാടകർ. 18ാമത് തേക്കടി പുഷ്പമേളയ്ക്ക് ഏപ്രിൽ 1 മുതൽ തുടക്കമാകും. കുമളി ഗ്രാമപഞ്ചായത്തും തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി മണ്ണാറത്തറയിൽ ഗാർഡൻസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേള മെയ് 3 വരെ കല്ലറയ്ക്കൽ ഗ്രൗണ്ടിൽ നടക്കും. മേളയ്ക്കായി ഒരുക്കുന്ന പന്തലിന്റെ കാൽനാട്ട് കർമ്മം കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ് നിർവഹിച്ചു. പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിച്ചും മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഇതിൻ്റെ സംഘാടകർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അത്തരത്തിലുള്ള ശ്രദ്ധയും കരുതലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പല മേഖലകളിലും ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉണരുന്നു. അത് തീർത്തും പ്രസക്തമാണെന്ന് വരുത്തുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുകയാണ്. 33 ദിവസങ്ങളിലായി നീളുന്ന പുഷ്പമേള അവധിക്കാലത്ത് കുടുംബങ്ങളൊട്ടാകെ ആസ്വദിക്കാവുന്ന തരത്തിലായിരിക്കും സംഘടിപ്പിക്കുന്നത്. പുഷ്പഫലസദ്യ പ്രദർശനം, അമ്യൂസ്മെന്റ് പാർക്ക്, വിവിധ കലാസാഹിത്യ മത്സരങ്ങൾ, ഭക്ഷ്യമേള, സൗന്ദര്യ മത്സരം, വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള സെമിനാറുകൾ എന്നിവ മേളയുടെ പ്രധാന ആകർഷണങ്ങളാണ്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറും. തേക്കടി വിനോദസഞ്ചാര മേഖലയ്ക്ക് മേള പുതുവുണർവ് നൽകുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. ജനറൽ കൺവീനർ TT തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് മെമ്പർ ബിജു ഡാനിയൽ, ലീന മനോജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷമീന, രാഷ്ട്രീയ നേതാക്കളായ KM സിദ്ദിഖ്, VK ബാബുക്കുട്ടി, AV മുരളീധരൻ, മജോ കാര്യമൂട്ടം, TN ബോസ്, PN മോഹനൻ എന്നിവർ സംസാരിച്ചു. MD പുഷ്പകരൻ സ്വാഗതവും ജനറൽ കൺവീനർ ഷാജി മണ്ണാറത്തറയിൽ നന്ദിയും അറിയിച്ചു. സിറ്റി വിഷൻ, കുമളി.